സുഹൃത്തുക്കളെ, നൈറ്റ് ടെന്റ് അടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്, അതും നമ്മുടെ ദുബായിലുള്ളവർക്കും അബുദാബിയിലുള്ളവർക്കും ഒരേപോലെ ദൂരപരിധിയുള്ള ഒരു അടിപൊളി സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി. നമുക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഭാര്യയ്ക്കും ഒരേപോലെ ഇഷ്ടപ്പെടാം ഒരു അടിപൊളി കിഡിലെ സ്പോട്ട്. ഇങ്ങനെ പറയാനുള്ള ഒരു ഒറ്റ കാരണങ്ങളുണ്ട്. ഞങ്ങൾ പോയതും ഞങ്ങൾ പോയിട്ട് ഇഷ്ടപ്പെട്ടതും കൊണ്ട് മാത്രമാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ദുബായിക്കും അബുദാബിക്കും ഇടയിലായതുകൊണ്ട് ആർക്കും വരാൻ എളുപ്പമാവുന്ന എനിക്ക് തോന്നുന്നു. മരുഭൂമി കൂടെ കുറെ കാഴ്ചകളൊക്കെ കണ്ടു വേണം ഇങ്ങനെ അവിടെ എത്താൻ വേണ്ടി. പണ്ടാരോ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. നിങ്ങൾ യാത്ര തുടർന്നിടൂ, നിങ്ങളുടെ യാത്ര മധ്യേ സുഖം നുകർന്നിടൂ തരുണീമണികളായ നല്ല സുന്ദരമായ കാഴ്ച. ആ യാത്രയ്ക്ക് ഇത്രയ്ക്കും സുഖം പകർന്നിടാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു യാത്ര പോയിക്കൂടാ? തോളിൽ കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, സ്നേഹം കൊടുത്തു കൊല്ലുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ദിനം പോയി ഉറങ്ങിയിടൂ ഒരു ടെന്റിനുള്ളിൽ 2 പേർ. ഞങ്ങൾ ചിക്കൻ പിടിപ്പിച്ച മസാല പിടിപ്പിച്ച 2 ചിക്കൻ കൊണ്ടുപോയി അതങ്ങോട്ട് തീ കനലിലേക്ക് വെച്ചിട്ട് ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന കുറച്ച് സമയം. അങ്ങനെ വർത്താനം പറഞ്ഞ സമയം പോയതേ അറിഞ്ഞില്ല. അവസാനം ചിക്കനൊക്കെ ഒന്ന് പാകമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും പുറത്തു പോയി ഫുഡ് കഴിക്കാറുള്ളവരാണ്. എന്നാൽ അതാണെങ്കിൽ വയറ് നിറയും, ഇതാണെങ്കിലും മനസ്സും വയറും ഒന്നിച്ച് നിറയുന്ന 90s ഈ ഒരു ഇരുത്തം കാണുമ്പോൾ എന്താ ഓർമ്മ? ഉള്ളവരൊക്കെ പറയാറുണ്ടല്ലേ, ഒരു ചോറ്റ് പാത്രത്തിൽ 10 പേര് കഴിക്കും. ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഫോക്കസ് ചെയ്തതെങ്കിലും ഫോക്കസ് പോയത് മൊത്തം ഞങ്ങളുടെ ഡാഷ്ബോർഡിൽ തമാശകളൊക്കെ പറഞ്ഞ് അവസാനം രാവിലെ വരാൻ നേരത്ത് എല്ലായിടത്തും കാണുന്ന അതേ പ്രക്രിയ തന്നെ ഞങ്ങളും തുടർന്നു. ശുഭയാത്ര സുഖനിദ്ര എന്ന് പറയും പോലെ എല്ലാവരും നിദ്രയിൽ. എന്റെ ഫോക്കസ് മുഴുവൻ യാത്ര കണ്ടിടും സമയം നമ്മുടെ മനസ്സിൽ തോന്നിയിടും പല ആശയങ്ങൾ. എല്ലാം കഴിഞ്ഞ് മടങ്ങാൻ നേരത്താണ് ഞാൻ ഓർക്കുന്ന ഒരു ചായ കുടിക്കാൻ പോയേക്കാം ചായക്കടയിലേക്ക്, അതും ഫുഡ് ജംഗ്ഷൻ. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. നല്ല അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. പ്ലീസ് ഫോളോ. അപ്പൊ ഓക്കെ, ബൈ.